സുസ്വാഗതം. എരുമേലിയാണ്. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നമ്മളുള്ളത്. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ ഒരു കാഴ്ച ഭക്തജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ പുഴയിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പുഴ എത്ര വൃത്തികെട്ട രീതിയിൽ മലിനപ്പെട്ട് കിടക്കുകയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് ഭക്തജനങ്ങൾക്ക് കുളിക്കാനായിട്ട് കോടികൾ വരുമാനമുള്ള സ്ഥലത്ത് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന പരിപാടിയാണ്. നോക്ക്, എന്തൊരവസ്ഥയാണെന്ന് നോക്ക്. പുറമേ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് കുളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ കുളിക്കുന്നതിൻ്റെ തൊട്ട് താഴത്ത് കിടക്കുന്ന മലിനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണോ ശുദ്ധമായ കേരളമാണോ? ഇത് ശുചിത്വ കേരളമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾ ഒന്ന് പ്രതികരിച്ച് നോക്കുക. ഹേ മലയാളമേ, ഹേ കേരളമേ, ഹേ, ഈ ജനത മുഴുവൻ നാണക്കേടിൻ്റെ വക്കിലാണ്. ഇത് ലോകം കാണുമ്പോൾ എത്രയും വൃത്തികെട്ട രീതിയിലാണ് ഈ കിടക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഈ ദേവസ്വം ബോർഡിന് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഒരു ബദൽ സംവിധാനത്തെ പറ്റി ആലോചിക്കുകയും അത് നടപ്പിലാക്കി ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ട ഭക്തജനങ്ങൾ ഇതേ അവസ്ഥയിൽ നിന്ന് കുളിക്കേണ്ട വല്ല ആവശ്യമാണോ? അതാണോ വേണ്ടത്? അതാണോ ഇവിടുത്തെ ഭരണകൂടം കാണിക്കേണ്ടത്? അതാണോ ഇവിടുത്തെ ദേവസ്വം ബോർഡ് കാണിക്കേണ്ടത്? ഈ ഒഴുകിപ്പോകുന്ന മല്ലജനം ഇങ്ങനെ തന്നെ കിടക്കുകയാണോ ഇവിടുത്തെ വേണ്ടത്? ഇതാണോ ഇവിടുത്തെ ശുദ്ധത? നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി കാണുക, ലൈവാണ്, നേരിട്ടൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ടറിയാം. തൊട്ട് തന്നെ ഒന്ന് നോക്കുക. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇത്രയും വൃത്തികേട് കിടക്കുന്നത്. ഒന്ന് നോക്കുക. എന്തൊരു വൃത്തികേടാണല്ലേ. ഈ പുഴയുടെ ഇപ്പുറത്തെ സൈഡിന് യാതൊരു വ്യത്യാസവുമില്ല, ഇതേ അവസ്ഥ തന്നെയാണ്. കണ്ടോ, നല്ല വെള്ളമില്ല. ഇത് ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? കിടക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കേട്ടോ, ഈ കിടക്കുന്ന വൃത്തികേടൊന്ന് കണ്ടു നോക്കൂ. ഇതിവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കാണുന്നില്ലേ? ഒന്ന് കണ്ടു നോക്കൂ. കേരളത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബദൽ സംവിധാനം വേണ്ടേ? അതിനുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണം. ചുമ്മാതെയാണോ ദേവസ്വം ബോർഡിന് ഇത്രയധികം പൈസ കിട്ടുന്നത്? ഇതിന് കാര്യങ്ങൾ ചെയ്യണം. ഈ അടിച്ചുമാറ്റൽ മാത്രം പോരാ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കേരളത്തിന് ലോകത്തിൻ്റെ മുൻപിൽ നാണക്കേടാണിത്, നാണക്കേട്. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാത്തിനും പോകും വഴി അങ്ങ് മാത്രമേ ഉള്ളേ.